നമുക്കിന്ന് കുറച്ച് മഞ്ഞച്ചോറും വെട്ടുകറിയും ഉണ്ടാക്കിയാലോ. അപ്പൊ ഈ മഞ്ഞച്ചോറും വെട്ടുകറി എന്ന് പറയുന്നത് നമ്മള് സാധാ അരിയില്ലേ, ചോറ് വെക്കുന്ന അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചോറാണ് കേട്ടോ. അപ്പൊ ഇത് എല്ലാവർക്കും അറിയും, എന്നാലും ഞാൻ പറയാണ്, നമ്മളെ കോഴിക്കോട്ട് ഭാഗത്തൊക്കെ, നമ്മളെ നാട്ടിൻപുറം ഭാഗത്തൊക്കെ ആദ്യമൊക്കെ ഈ കല്യാണം അതുപോലെ ഓരോരോ നേർച്ച പരിപാടി ഇങ്ങനെയുള്ള സംഭവമൊക്കെ വരുമ്പോൾ എല്ലാവരും വെക്കുന്ന ഒരു സാധനമാണ് വെട്ടുകറിയും മഞ്ഞച്ചോറും. അപ്പോൾ ഇപ്പം പിന്നെ എല്ലാം നെയ്ച്ചോറ് ബിരിയാണി കാര്യങ്ങളൊക്കെ ആണല്ലോ മുൻപന്തിയിൽ. അപ്പോൾ പിന്നെ ഇതിന്റെ സ്ഥാനം കുറച്ച് ബേക്കോട്ടായാണ്. എന്നാലും ചില നേർച്ചകളിലും ഇതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ വീട്ടിലും ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചോറും കറി. അന്ന് തൊട്ടേ ഉള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ട്, അതാണ് സത്യം. അപ്പോൾ ഇത് വെട്ടുകറി എന്ന് പേര് വരാൻ കാരണം ഇതിൽ എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് കഷ്ണങ്ങൾ, പച്ചക്കറി കഷ്ണങ്ങൾ ഇടും കേട്ടോ നമ്മൾ. അതായത് കുറച്ച് ചേന, അതുപോലെ കുമ്പളം, പിന്നെ പച്ചക്കായ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, എല്ലാ പച്ചക്കറിയും കൂടി ഇട്ടിട്ട് ഇറച്ചിയോ അല്ലെങ്കിൽ ചിക്കനോ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുക. അപ്പൊ അതാ നമ്മൾ ആ കറിയിലേക്ക് ഇടുന്ന പൊടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതൊന്ന് വറുത്തെടുക്കണം. അപ്പൊ എന്താ പിന്നെ കുറച്ച് പെരിഞ്ജീരകം, അതുപോലെ 2-3 ഏലക്കായ, പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് ഫൈനായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ഇതാ ഈ കഷ്ണങ്ങൾ ഇട്ട് ഈ കറിയിൽ ഇതിലേക്ക് ആക്കൂട്ടോ. ആ പൊടികളെല്ലാം കൂടെ ഈ പച്ചക്കറി കഷ്ണത്തിലേക്ക് മിക്സ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചിക്കനാണ് എടുത്തത് കറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചിക്കൻ അതൊന്ന് ഒരു 2 വിസിലടിക്കട്ടെ. ഞാൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. 2 വിസിലടിഞ്ഞാൽ വേവിട്ടോ. അപ്പോഴേക്ക് നമുക്ക് ചോറ് റെഡിയാക്കാം. അപ്പം ഞാനിവിടെ 2.5 കപ്പ് അരിയാട്ടോ എടുത്തത്. കപ്പളവ് നോക്കുകയാണെങ്കിൽ 2.5 കപ്പ് ഉണ്ടാവും. അപ്പൊ അതൊരു പാത്രത്തിലേക്ക് അളന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പിന്നെ ഇത് റേഷൻ അരി ആട്ടോ എടുത്തത്. സാധാ വേവുള്ള അരിയാലും മതി, ഞാൻ റേഷൻ അരി ആട്ടോ എടുക്കാറ്. അപ്പൊ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പൊ ഞാൻ കുക്കറിലേക്ക് ഒരു പകുതി ഉള്ളി, അതുപോലെ ചെറിയൊരു കഷ്ണം തക്കാളി, 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഏലക്കായ, പൂവ്, പിന്നെ പട്ട, ബേ ലീഫ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ ചോറ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരിന്റെ 2 ഇരട്ടി വെള്ളമാണ് എടുക്കുക. 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം. നെയ്ച്ചോറിനൊക്കെ എടുക്കും പോലെ തന്നെ. അപ്പൊ ഞാൻ അരി വെള്ളം അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളിവിടെ ഇതെല്ലാം താളി വന്നിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അത് പിന്നെ നിർബന്ധമാണ്, കാരണം മഞ്ഞച്ചോറാണല്ലോ വെക്കുന്നത്. അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കസൂരി മേത്തില്ലേ, അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഒരു മേഗിക്കട്ടയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേഗിക്കട്ട ഇട്ടാൽ നല്ല ടേസ്റ്റ്. അത് നിർബന്ധമൊന്നുമില്ല, മേഗിക്കട്ട സാധാരണ ഇടലൊന്നുമില്ല. ഞാൻ പിന്നെ കയ്യിലുള്ള കൊണ്ട് ഒരു മേഗിക്കട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഞാൻ പറഞ്ഞ പോലെ 2 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അരി വെള്ളം തിളച്ച് വന്നിട്ട് അരി ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് 2 കപ്പ് വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ ഈ ഉള്ളിയൊക്കെ താളിച്ചത് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ്. അപ്പോഴേക്കും നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ കറിയിലേക്ക് ചെറിയൊരു അരപ്പും കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് തേങ്ങയും വലിയ ജീരകവും ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരിച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പൊ കറി ഒന്ന് തേങ്ങ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് വറവിടണം. നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ആക്കിയിട്ടില്ലല്ലോ. വറവിടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒഴിച്ചാൽ വറവ് റെഡി ആയിട്ടോ കറി. അപ്പൊ ആ ചോറ് ഞാൻ 2 വിസിലടിച്ച് ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു വിസിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ തുറന്ന് നോക്കിയപ്പോൾ നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കറിയും വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാൻ. നമുക്ക് പിന്നെ കഴിക്കാൻ എടുക്ക് തോന്നും. നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിക്കൂല, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇത്. ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ റമളാൻ ആവാനായി. ഇപ്പൊ റമളാനിലും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ എന്നും പത്തിരിയും അതും ഇതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ മാറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിനിയിപ്പോൾ ചോറും കറിയും വെക്കുന്നതൊക്കെ നിർത്താനായല്ലോ പകല്. അപ്പോൾ ഏതായാലും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.